ഗൈസ് നമ്മൾ നോമ്പ് നോറ്റിരിക്കുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. ഒരു മലയാറ്റൂർ മല കയറ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ എല്ലാ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ഫാമിലി ആയിട്ട് മല കയറാൻ പോകാറുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടല്ല, പള്ളിയിൽ നിന്ന് പോകാറുണ്ട്. മല കയറാൻ അങ്ങനെ എല്ലാവരും പോകാറില്ല. പക്ഷെ ഈ വട്ടം ഒരു ചേഞ്ചിന് അമ്മ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടല്ല മല കയറണേ? എത്ര അവസാനം എന്താ കയറിയണ മല? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണ് കയറിയേക്കണേ. 4ാം ക്ലാസ്സിലാ? 4ാം ക്ലാസ്സിൽ മല കയറിയിട്ടുള്ളൂ കേട്ടോ. നമ്മള് ഇന്ന് കനകമല കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതാണ് പള്ളി വരുന്നത് കേട്ടോ, കനകമല പള്ളി. ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഇത് ആക്ച്വലി വരണത്. ഇതിന്റെ ബാക്കിലാണ് മല വരണത്. അമ്മ കയറോ മല? ഏതാ? നമ്മുടെ ഒപ്പം ഡാഡിയും ഉണ്ട്, അനിയനും ഉണ്ട് കേട്ടോ. ബാത്റൂമിൽ പോയോക്കാണ് അവര്. അപ്പോൾ ഇവരെല്ലാരും കൂടിയിട്ട് ഫുൾ ഫാമിലി ആയിട്ട് നമ്മള് തീർത്ഥയാത്രയാണ്. പക്ഷെ ഇതൊരു അഡ്വഞ്ചറസ് ട്രിപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അമ്മ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, വെള്ളം കുപ്പി എടുത്തിട്ടുണ്ട്, എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. തീർത്ഥയാത്രയാണ്. അറിയില്ല ചോദിച്ചാൽ ആദ്യമായിട്ടാ. അമ്മ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മല കയറാൻ വന്നിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാവുന്ന അറിയില്ല. ഡാഡി രണ്ടും കൽപ്പിച്ചിട്ട് ആരാണ് അവിടെ എന്നുള്ള രീതിയിൽ നടന്നു പോകണ്ടുണ്ടോ. എന്താവോ എന്തോ കാട്ടിയറിയാം എല്ലാവരും. അനിയന്തേ ഇവിടെ ഫുള്ള് ലുക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. മല കയറോ? ഫുള്ള് ആറ്റിറ്റ്യൂഡാണ്. ഫുള്ള് ആറ്റിറ്റ്യൂഡിലാണ്. ആരാടാ എന്നെ തല്ലാൻ വരണേ? ജോഹി ഫുള്ള് ദേഷ്യത്തിലാട്ടാ. എന്നെ കൊത്തണം. ജോഹി കാലത്തോട്ട് ദേഷ്യത്തിലാണ്ട. ഫുള്ള് ദേഷ്യത്തിലാണ് ചെക്കൻ. മിണ്ടില്ലല്ലോ ഇനിയിപ്പോ. സെറ്റല്ല, അവൻ വേറൊരു മൂഡിലാണ്. +2 ഒരു മൂഡിലാണ്. അങ്ങനെയൊന്നല്ല പ്രായത്തിന്റെ ഒന്നല്ല, ചെക്കൻ വൈബാണ്. അമ്മ അങ്ങനെ പറയുന്നുണ്ട്, പ്രായത്തിന്റെ ഇതാണ് പള്ളിയുടെ. അപ്പൊ ഇതാണ് പള്ളി വരണത്. നമ്മള് ഡാഡി എങ്ങടെ പോണേ? ആ വഴിക്ക് തന്നെയല്ല ഡാഡി, നമ്മളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളൊരു. ഡാഡി രണ്ടും കൽപ്പിച്ചിട്ട് പോണേണ്ട. ദൈവം അവിടെ കുറെ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ട നോക്കട്ടെ. സോ ഇതാണ് 1ാമത്തെ സ്ഥലം വരണത് കേട്ടോ. നമുക്ക് 1ാം സ്ഥലം, 2, 3 അങ്ങനെ 14 സ്ഥലമുണ്ട്. അപ്പോൾ ഓരോ 14 സ്ഥലത്തും വെച്ച് പ്രാർത്ഥിച്ചാണ് നമ്മൾ കയറാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ കുരിശിൽ തറയ്ക്കണേക്കാട്ടും മുന്നേ 14 സ്ഥലങ്ങളിൽ ഇരുന്നിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ സൂചനാർത്ഥമാണ് നമ്മളങ്ങനെ സ്ഥലത്ത് നിൽക്കണം കേട്ടോ. ഡാഡി തല്ലാൻ നിൽക്കണോന്ന് കേട്ടല്ലോ. പ്രാർത്ഥിച്ച് കയറാൻ കഴിച്ചു. ആദ്യത്തെ 2 സ്ഥലത്തെ പ്രാർത്ഥന ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഫുള്ള് കിതപ്പായിരിക്കും. വടി പിന്നെ എന്തിനാ? എന്നാ ഒരെണ്ണം പിടിച്ച് കയറിക്കാം. നിനക്ക് 2 വേണ്ടി വരും ചിലപ്പോ. അമ്മയുടെ ഒരെണ്ണം പിടിച്ചോ. ആദ്യത്തെ 2 എത്ര സ്ഥലത്ത് പ്രാർത്ഥന ഉണ്ടാവും നോക്കട്ടെ നമുക്ക്. 1ാം സ്ഥലം ആവണല്ലോ. ഇവിടെ ലൈറ്റൊക്കെ വെച്ച് ഫുള്ള്. ഏത് അവിടെ മേലെ വല്ലതും കൊടുക്കണ്ട. ഡാഡി ഒന്നും ഇത്ര വേഗം പോണേ. ഡാഡി എടുക്കത്തെ പോക്ക് ഗൈസ് നോക്കി. ഡാഡി അവിടെ വരെ എത്തി. നമുക്ക് പയ്യെ നടന്നു പോവാം ഗൈസ്. ഡാഡി അവസാനം മല കയറിയെന്നാ? ഡാഡിയും കൊറേ കാലമായിട്ടില്ലേ? അപ്പൊ പേടിക്കണ്ട. 1ാം സ്ഥലത്തും അവിടെ ഇരുന്നോളും. നമുക്ക് പയ്യെ കയറി പോവാട്ടാ. ഇത് കുറച്ചുകൂടി വൃത്തിയായില്ല. എല്ലാവരും നടന്ന് നോക്കി ഫുള്ള് നടന്ന് 14 സ്ഥലല്ലേ? 14 സ്ഥലം. പയ്യെ കയറിയാ മതിട്ടാ. അവിടെ ഒന്നും കൊടുക്കണമെന്നില്ല. ഒരു ഇതാവും അവിടെ എത്തുമ്പോ. വഴി നേരെ ഇടണായിരുന്നു. കുന്നാക്കി കയറ്റി വെച്ചിരിക്കുക. അമ്മ ഫുള്ള് ഭക്തി സാന്ദ്രത. അനിയനിവിടെ ഫുള്ള് എന്റെ അങ്ങനെയൊന്നല്ല, നീ നല്ല രീതിയിൽ കേറണം പറഞ്ഞതാ. വയ്യാണ്ടാവണ്ടല്ലേ? പയ്യെ കയറാം. ഞാൻ ഫുള്ള് സെറ്റ് ചെയ്തിട്ടാ വന്നിരിക്കണ കേട്ടാ. ഉള്ളില് ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ടുണ്ട്. 1ാം സ്ഥലം ആദ്യം ഓടിക്കാറാൻ പോയപ്പോ
എന്തായിരുന്നു നമ്മതേ ഇപ്പൊ 1-ാം സ്ഥലം എത്തണോട്ടോ. പ്രാർത്ഥന നല്ല പുരോഗമനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കി നോക്കാം. ഇടയ്ക്ക് കല്ല് ഒന്ന് നോക്കിയോളൂ കേട്ടോ വായിക്കണേന്റെ ഇടയ്ക്കൂടെ. മോള് മനസ്സിൽ ചെല്ലിയാ മതി. അല്ല കാണാണ്ട് അറിയണ്ടല്ലേ. ശരിയാ. നമ്മളേ മല കയറുമ്പോഴേ സൈക്കിൾ ഓടിക്കുമ്പോൾ നമ്മൾ ഡൗൺ ഹില്ലായിട്ട് ഇറങ്ങി വരും. അപ്പം നമ്മൾ ആദ്യം മുൻകൂട്ടി കണ്ടുപിടിക്കും ഏത് വഴിയാണ് ഇറങ്ങി വരേണ്ടതെന്ന്. കാരണം അല്ലെങ്കിൽ നമ്മൾ വീഴും. നമുക്കൊന്നില്ലെങ്കിൽ അതിൽ കൂടെ കയറിപ്പോൾ ഇതിൽ കൂടെ ഇറങ്ങിയാൽ ഇതിൽ കൂടെ വരുമ്പോൾ കല്ലും മുള്ളും കുറവാണ്. അപ്പം ഇറങ്ങുമ്പോൾ എന്ന് വെച്ചാൽ നല്ല വഴി കൂടെ നോക്കണം. അപ്പം നമ്മൾ കയറുമ്പോഴായാലും നല്ല വഴി കൂടെ കയറണം. അപ്പം ഇതിൽ കൂടെ സൈഡിൽ കൂടെ ഇതിൽ കൂടെ കയറിപ്പോക്കോ. ഡാഡിക്ക് ആരോഗ്യമുള്ള കാരണം ഡാഡി സ്റ്റെപ്പ് കയറിപ്പോക്കോളൂ. കണ്ട ഈ അരുവിന് സ്ലോപ്പോ കുറച്ചുകൂടി. അമ്മേനപ്പനൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. വടി എടുക്കണേ ഇപ്പോഴും വിട്ടു തന്നിട്ടില്ല. അമ്മക്ക് ഹാൻഡ് ബാഗ് കൊണ്ട് എടുക്കണായിരുന്നു അല്ലേ? ശരിക്കും നീ നാണം വിചാരിക്കണ്ട. പ്രാർത്ഥന ചെയ്യണല്ലേ അമ്മ? 2-3 ഒക്കെ ഇവിടെ എത്തിച്ചിട്ട് പോക്കോ. ഇപ്പൊ 3-ാം സ്ഥലം എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ആദ്യമായിട്ടാ ഫാമിലിയുടെ ഒപ്പം കയറണേ. എങ്ങനെയുണ്ട് ഡാഡിയെ? എങ്ങനെയുണ്ട്? 3-ാം സ്ഥലം എത്തിയിട്ടുള്ളൂ. ദൈവത്തിനറിയാം എവിടെ എത്തുന്നത്. ജോഹി പിന്നെ എന്തെങ്കിലും എങ്ങനെയുണ്ട്? അടിപൊളിയാ? നിനക്കാ? ശരിടാ. എഴുതിട്ടാണത് അവിടെ ഓരോ സ്ഥലത്തിൻ്റെ അവിടെയും ആണോ ഓരോ ആഗ്രഹങ്ങൾ അതിനെന്താ പറയാ അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കണ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഞാൻ ആദ്യമായിട്ടാണ് കാണണേ. ടിഷ്യൂ കുറച്ചധികം വേണ്ടി വരും. 3-ാം സ്ഥലം തന്നെ എത്തിയിട്ടുള്ളൂ. ഫുള്ള് ഷാളൊന്നും വേണ്ടായിരുന്നു അല്ലേ? അമ്മയ്ക്ക് ഇനി ഹാൻഡ് ബാഗ് കൊണ്ട് എടുക്കേണ്ട വിഷമമായിരുന്നു. ഞാൻ പറഞ്ഞ ഹാൻഡ് ബാഗ് എടുത്തിട്ട് കാര്യമില്ലാന്ന്. മുടിയൊന്നും ഒതുക്കണ്ട. മുടി ഇത് മാറ്റി ഗീറ് മാറ്റി അമ്മ. 5-ാം സ്ഥലത്ത് ഡാഡി നിന്നു കേട്ടോ. അമ്മയാണെങ്കിൽ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ അമ്മയും അവിടെ നിൽക്കുന്നുണ്ട്. ഡാഡി അവിടെ അറ്റത്താണ് കേട്ടോ. എടാ ആൾക്ക് വെള്ളം കൊടുത്തു കേട്ടോ. അവിടെ നിൽക്കുന്നുണ്ട്. ആ പാൻറ്റും ഷർട്ടും. അപ്പോൾ ഞങ്ങൾ വെള്ളം താഴത്തേക്ക് കൊടുത്തു വിടാം കേട്ടോ. ഡാഡി ഇനി കയറുന്നില്ല എന്നാണ് പറഞ്ഞത്. 5-ാം സ്ഥലം ഗൈസ്. 5-ാം സ്ഥലം എത്തിയിട്ടുള്ളൂ. അമ്മ ഫുൾ പവറിലാണ്. പയ്യെ ഡാഡി ഏകദേശം ഡാഡി എത്ര കൊല്ലം കയറണ? കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം ആണ് ഡാഡി കയറണ കേട്ടോ. ഡാഡിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുഴുവനായിട്ട് നിർത്തിയിട്ടില്ല കേട്ടോ. അതേ നമ്മുടെ ആൾ കയറി വരുന്നുണ്ട്. പയ്യെ കയറി വരുന്നുണ്ട് കേട്ടോ. കയറാൻ പറ്റണിടത്തോളം കയറട്ടെ എന്നാണ് അമ്മയും പറയണത്. കാരണം ഇത്ര തിരിച്ചിറങ്ങേണ്ട കാരണം പയ്യെ കയറുന്നുണ്ട്. കാണാറുണ്ടോ? താങ്ക് യു. എന്താ പേര്? എൻ്റെ പേര് ജോയിലാ. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരെയും ഒറ്റയ്ക്ക് ആൾക്കാരെ കാണുന്നുണ്ട് കേട്ടോ. നീയാണ് ഇവളാണ് ഡാഡിനെ ഡീമോട്ടിവേറ്റ് ചെയ്യണേ. റൂൾ നമ്പർ 1, മല കയറുമ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ട് ഞാൻ അങ്ങോട്ട് എത്രത്തോളം ഉണ്ടെന്നൊന്നും അന്വേഷിക്കാൻ പാടില്ല. മല കയറണേ മല കയറാം. പിന്നെ ഒരാളെ ഡീമോട്ടിവേറ്റ് ചെയ്യരുത്. ആൾ കയറണോടത്തോളം കയറട്ടെ. ഡാഡിക്ക് വയ്യാണ്ടാവുമ്പോൾ സാവധാനം കയറാം. വയ്യാണ്ടാവുമ്പോൾ സാവധാനം കയറിയാൽ പോരെ. ഡാഡി കയറുന്നുണ്ട്. അതെ ഇവിടെ വരെ എത്തി. നിർബന്ധിക്കൊന്നും വേണ്ട. നമ്മൾ പറ്റില്ല എന്ന് പറയാണ്ടിരുന്നാൽ മതി. ഡാഡിക്കോ പറ്റും ഡാഡിക്ക് എടി അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാ. ഇത് ഡാഡിക്ക് വയ്യാണ്ട ഇനി പറ്റില്ല
ഇനി ഇനി എൻ്റെ അമ്മ ഇനി തിരിച്ചിറങ്ങണമെങ്കിൽ എന്തൊക്കെ പാടാന്നറിയോ? അതാണ് അവസ്ഥ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മള്. ആ അതിൻ്റെ കൂടെ നീയൂനും ചെയ്യണ്ടെന്നാ പറഞ്ഞേ. പിടിച്ച് ഇതിനപ്പുറത്തേക്ക് എടുത്തിട്ട രക്ഷയില്ല. ഈ വഴി കാണുന്നവരെല്ലാവരും ചോദിച്ചോട്ടെ എത്ര കിലോമീറ്റർ ഉണ്ട്, ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്. അപ്പം തന്നെ മടുക്കുമ്പോൾ നമ്മൾ പയ്യെ പയ്യെ സാവധാനത്തിന് കയറിയാൽ മതി. ഇവിടെ കുറച്ച് നേരം വ്യൂ കണ്ടു നിന്ന് കണ്ട, ഇവിടെ കുറച്ച് വ്യൂ നോക്കിയിട്ടുണ്ട്. ലക്ഷ്യം നീ എന്നെ എനിക്കിട്ടുണ്ടാക്കണ്ട കേട്ടാ. അതെ 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 അതെ. ആ മുഖത്ത് ആ ചോപ്പ് മാറിയിട്ട് പറഞ്ഞു മുഖം ഉപ്പും നാരങ്ങയും. ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, പഞ്ചസാരയും ഉപ്പൊക്കെ. അമ്മ മുടി കളർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെമ്പ് കളറൊക്കെ. ഓ എനിക്കും ചെയ്യണത് പോലെ കണ്ട. ഇനി നിരപ്പാ, ഇനി ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. മുകളിൽ പള്ളിയുണ്ട്, പള്ളി കാണാനാണ് വരണത്. ജോഹി മൗനവൃത്തത്തിലാട്ടാ. ജോഹിന്റെ വെള്ളമുള്ളവൻ പൊട്ടൻ ആദ്യം പോയി നോക്കുന്നുണ്ട് അത് അറ്റത്ത്. അപ്പൊ നമുക്ക് വെള്ളം വേണമെങ്കിലോ ഡാഡിനെ ശ്രദ്ധിക്കുന്ന കൊച്ചുകുട്ടി. ഡാഡി വന്നോളും. ഡാഡി വരും. തണുണ്ടാ? ആ പതുക്കെ തുറക്കൂ. ഇവിടെ കുഴിയില്ല അല്ലേ? കുഴിയില്ല. ഞാൻ വിചാരിച്ച പുറത്തേക്ക് വരണ വെള്ളം ആലക്കല്ല് പോലെ ഉണ്ടാക്കിയോണേണ്ട മതി. ഇനി മുഖത്ത് ഫുള്ള് പൊടിയാ കൂട്ടാ, ഫുള്ള് പൊടിയാ നിറച്ച്. ഇവിടെ പൊടിയ ആൾക്കാര് പോയി എന്തിട്ട് ചെയ്യണമ്മ? മേലെ കയറിയിട്ട് ചോപ്പർ എടുത്താലോ? 1800 രൂപ ഉള്ളൂ. 1800 രൂപ ഉള്ളൂ മേലെന്ന്. ചോപ്പർ സർവീസ് ഉണ്ട്. വെറുതെ തള്ളിയതാ. ഹെലികോപ്റ്റർ ഒന്നുമില്ല. അതല്ല ഞാൻ റോപ്പ് ഇങ്ങോട്ട് വരുമ്പോ തള്ളി വരാം. മേലെ ഹോട്ടലുണ്ട്, ഡാഡി കൊണ്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കായിരുന്നു. ചോപ്പർ സർവീസ് ഉണ്ട്. വയ്യാത്ത കാരണം എല്ലാത്തിനും യസ്മൂളി കയറ്. എല്ലാത്തിനും യസ്മൂളി വരുന്നുണ്ട്. കഴിഞ്ഞ് നമ്മൾ ഏകദേശം 12ാം സ്ഥലം എത്തി. ഇനി 2 സ്ഥലം കൂടെ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന വേറൊരു ആളാണ് അവിടെ ഇരിക്കുന്നത്. അതവിടെ ഇരിക്കുന്നത് സീൻ ഗൈസ്. അവിടെ കുറേ സബ്സ്ക്രൈബേഴ്സിനോട് വെച്ച് കാണുന്നുണ്ട് കേട്ടോ. 3-4 പേരൊക്കെ കണ്ട്. അനിയനെയും കണ്ട കാരണമാണ് അവർക്ക് മനസ്സിലാവണേ. എന്നെയും അനിയനെയും ഒരുമിച്ച് കാണുമ്പോൾ കേട്ടോ. അതല്ല അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. ജോഹൻ എന്താ പേരെന്താ? എമിൽ. എവിടെ വീട്? കുരിയച്ചര. ആ ഞങ്ങളുടെ വീടും പുല്ലൂരാ, തൊട്ടപ്പുറത്താ. ഒറ്റയ്ക്കുള്ള ഫാമിലി ഉണ്ടോ? താറ്റ കാണാം. കണ്ട ഒല്ലൂര്. ആ ഇവൻ ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇവർക്ക് എന്നെ അറിയാം. നീ കാണാറുണ്ടോ? താങ്ക് യു. പേരെന്താ? ധ്യാൻ. ആ സ്കൂളിൽ വന്നിട്ടാ. സെൻറ്റ് ജോസഫിലല്ലേ? ജോഹിൻ ഫാൻസ് അസോസിയേഷൻ. കണ്ട അതിൻ്റെ ഒരു ജാടി ഒന്നും കണ്ട ജോഹിന്. കണ്ട ജോഹിൻ്റെ എളിയ മനസ്സാണ്. ആ ഒരു എളിമയ്ക്ക് ഉടമയാണ് ജോഹിൻ. ജോഹിൻ വന്നപ്പോൾ തൊട്ട് ഫുള്ള് കലിപ്പ് മൂടാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കനകമല ടോപ്പിൽ കേട്ടോ. 14 സ്ഥലവും താണ്ടിയിട്ട് ഫുള്ളി നമ്മൾ കംപ്ലീറ്റഡ് ആണ്. ഡാഡി എത്ര സ്ഥലം വരെ എത്തി? ഡാഡി 6ാം സ്ഥലം. ഞങ്ങൾ 3 ആളും കൂടിയിട്ട് 14ാം സ്ഥലം വരെ ടോപ്പിലെത്തിയിട്ടാ. അതിനേക്കാട്ടും ഉപരി ഏതാ അതേപോലെയല്ല, മോശം വഴി കണ്ടുപിടിക്കുള്ളൂ അല്ലേ? അതാണ് വഴി. ആ നേരത്തെ
കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിച്ചായിരുന്നു. കൈവരി കണ്ടപ്പോ അതുമ്പോ പിടിച്ച് കയറാന്ന് വിചാരിച്ചു. ഏയ് അപ്പുറത്തേടെയാ. ഫൈനലി നമ്മളെത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പയ്യെ നമ്മളിഞ്ഞ് കയറലോട്ടാ. കയറല്ല, ഇറങ്ങുള്ളൂ താഴത്തേക്ക്. ഇറങ്ങാനേനുണ്ടമ്മ? ഇറങ്ങാനാണ് അടുത്ത പണി കേട്ടോ. അറിയില്ല കേസ്, നോക്കട്ടെ. സക്സസ്ഫുള്ളി നമ്മൾ അമ്മേനെ എത്തിച്ചിട്ടുണ്ട്. ഡാഡി 6ാം സ്ഥലത്ത് നിൽക്കണ്ടാവൂല്ലേ? വിളിച്ചു നോക്കിയാ റേഞ്ച് കുറവായിരിക്കും, അറിയില്ല. നോക്കിയോ കാല് പെട്ട്. ഇതാണ് ഇതിൻ്റെ മേലെയുള്ളൊരു ഇത് കേട്ടോ. എൻ്റെ കർത്താവിൻ്റെ ദൈവം ഇത് ഇവിടെ ചെറിയൊരു ടെൻറ്റ് പോലെയാണ്. പിന്നെ അപ്പുറത്തെ ആ സൈഡിലൊക്കെ വ്യൂ ഉണ്ട്, കാട്ടിത്തരാം. അവിടെ ഇതൊക്കെ ഉണ്ടല്ലോ. ഒറിജിനൽ ഉള്ളത് പ്ലാസ്റ്റിക് മുല്ലപ്പൂവ്. പ്ലാസ്റ്റിക് അല്ലേ? ഒറിജിനൽ പ്ലാസ്റ്റിക്. കനകവല നേർച്ച കുരിശ് തേനാ. നേർച്ച തേനുണ്ടോ അമ്മ? ഇവിടെ തേനുണ്ട്. തേനുണ്ട്. ഇതാണ് ഇത് ഔസേബിതാവല്ലേ? ആ സോറി, കുരിശുമുത്തപ്പൻ കേസ്. പൂമാല, നേർച്ച എണ്ണ, നേർച്ച തേൻ, അരി വഴിപാട്, അടിമപ്പണം, അങ്ങനത്തെ ഓരോന്ന് ഇവിടെ നിന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ വ്യൂ വരണത്. എന്നുണ്ട്? ഇഷ്ടപ്പെട്ടോ വ്യൂ? എന്നുണ്ട്? ആട്ടെ, പുതിയ പുസ്തകം വാങ്ങിയത് അവർ കോലായി. ആ നനഞ്ഞ് വയർത്തത് നനഞ്ഞ ഇതുപോലെ ഇത്. കേരള വനം വകുപ്പ് നിർദ്ദേശപ്രകാരമാണ് ഇന്ന് 1ാം സ്ഥലത്തും 14ാം സ്ഥലത്തും നിർദ്ദേശിച്ചിരിക്കുന്ന ബോർഡിൽ മാത്രമേ മെഴുകുതിരി എടി മോളെ, നിന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞതല്ലാണ്ട് ഇവിടെ ഹോട്ടലൊന്നും ഇല്ല. അത് വിശ്വസിക്കാന്നിരിക്കും. ഹോട്ടല് ഞാൻ പറഞ്ഞു, ഹെലികോപ്റ്റർ ഞാൻ പറഞ്ഞു. ഇതുണ്ട്, ജ്യൂസ് ഉണ്ട്. ജ്യൂസാ ഞാൻ എന്നോട് പറഞ്ഞത്. സ്പ്രൈറ്റ്. അമ്മ സ്പ്രൈറ്റ് കുടിക്കില്ലല്ലോ. വാ, വെള്ളം കുടിച്ചിട്ട് നമുക്ക് ഇരിക്കാം. നേർച്ചക്കഞ്ഞി അറിയില്ല. നേർച്ചക്കഞ്ഞി ഇവിടെ എപ്പോഴാണ് കിട്ടാന്നറിയില്ല. കിട്ടാറുണ്ട്, ഒരു വട്ടം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നവർ ഉടനടി എമർജൻസി നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. നമുക്കൊരു സ്റ്റാളുണ്ട് കേട്ടോ. അമ്മയ്ക്കെല്ലാം വാങ്ങണം. ഇതാണ് ഇവിടുത്തെ വ്യൂ തന്നെ. ഇവിടെ നമുക്ക് വെള്ളം കാര്യങ്ങളെല്ലാം വാങ്ങാൻ ഗൂഗിൾ പേ എടുക്കും. വെള്ളം, ജ്യൂസ്, സാധനങ്ങളെല്ലാം. ചെറിയൊരു സ്റ്റാള്. കുരങ്ങൻ നമ്മുടെ പിടിച്ചു വാങ്ങാൻ വേണ്ടി വരണതാന്നുണ്ട്. കുരങ്ങൻ അറ്റാക്കിങ് കേസ്. ഓ, അപ്പുറത്തേക്ക് അറ്റത്തേക്കൊക്കെ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അവിടം വരെയൊക്കെ പോയി നിൽക്കാം. പക്ഷെ ഈ കുരങ്ങനെയും താണ്ടി പോകണം. എന്താ അവിടെ സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട്. എങ്ങനെയുണ്ട് അവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്? ഒരു സമാധാനം. ഇതാണ് ആ കഷ്ടപ്പാട്ടന്റെ റിവാർഡ്. ഇതാണ് നൈസ് വ്യൂ അല്ലേ അവിടെ നിന്ന്? ഇതാണ് ഞാൻ ഓരോ മല കയറാൻ പോകുമ്പോഴും ആസ്വദിക്കുന്ന വ്യൂ. അവിടെ ഏതൊക്കെ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ സൂമിങ് ടെസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. വാഗമണ്ണല്ലേ? ഭംഗിയുണ്ടല്ലേ? ഇത്ര തന്നെയുള്ളൂ ബിസ്ക്കറ്റ്. ഏത് ചില്ലറ കാശ് ഇല്ല. ബിസ്ക്കറ്റ് വല്ലതും വാങ്ങാം. ഗൂഗിൾ പേ എടുക്കും. ചേട്ടാ ബിസ്ക്കറ്റ് എന്നിട്ടുള്ള ആ ഗുഡ്ഡയുടെ ഒരു ബിസ്ക്കറ്റ്. അല്ലെ ഞാൻ ചോക്ലേറ്റ് എടുത്തോ? അതെടുത്തോ, ഒരെണ്ണം എടുത്തോ. യൂണിബിക്കിന്റെ ചോക്കോ റിപ്പിൾ കുക്കി. എത്ര ഒരെണ്ണം? 20 രൂപ. എന്നാ രണ്ടെണ്ണം പോരെ? ഭംഗി ഉണ്ടാവില്ല. ടേസ്റ്റ് ഉണ്ടോ? ഇവിടുത്തെ ഫ്രഷ് ജ്യൂസ് വേണ്ട. ഷുഗറാ. ഞാൻ ഇതെടുത്തിട്ടുണ്ട്, മറ്റേ സാധനം എടുത്തിട്ടുണ്ട്. ഞാൻ ഐസ്ക്രീം ഞാൻ ഇപ്പോൾ ഐസ്ക്രീം കഴിച്ചാണ്. വേറെ സാധനം ഉണ്ട് ഗൈസ്. ഇന്നലെ കുറച്ച് നേരത്തെ തന്നില്ലേ ഞാൻ? അത് ഷുഗർ ഫ്രീയാ. കയ്പ് കിട്ടുന്നുണ്ട്. ഷുഗർ ഫ്രീ ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. വെറുതെ പട്ടിഷോ, വേറെ ഒന്നുമല്ല. ചില സമയത്തൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കൂട്ടും. പക്ഷെ പെട്ടെന്ന് സമയത്തൊക്കെ ഞാൻ മാക്സിമം ഒരു 95% ഷുഗർ കട്ട് ചെയ്യാൻ നോക്കാറുണ്ട്. ബാക്കി എല്ലാ സമയത്തും. ഇത് അമൂലിൻ്റെയാ. ഏതിൻ്റെ ജോഹനത്? ഷുഗർ ഫ്രീ. അമൂലിൻ്റെ ഷുഗർ ഫ്രീ സാധനം. കയ്പാണ്, പക്ഷെ
നോക്കി നോക്കാം. ചുമ്മാ ചെറിയൊരു ഷുഗർ കട്ട് വ്യൂ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പേര്? എന്റെ പേര് അമൽ. അമൽ. നീ കണ്ടിട്ടുണ്ടോ? നോണ പറയണ്ട, ഉണ്ടെങ്കിണ്ടെന്ന് പറഞ്ഞാൽ മതി. ഞാൻ കാണാറുണ്ട്. അതെയോ? റോയൽ എൻഫീൽഡിന്റെ കടയിൽ പോയിട്ട് എന്തുണ്ടായി? റോയൽ എൻഫീൽഡിന്റെ ഇതിലേക്ക് പോയിട്ട് എക്സ്ചേഞ്ച് ചെയ്യണത് ആ റീൽസ് ഇതല്ലേ? അത് ഓരോ ഇത് വരണതാ, കൺസെപ്റ്റ് ഓരോന്ന് കൊണ്ടുവരണതാ. നടക്കട്ടെ. എവിടെയാ സ്ഥലം നിങ്ങളൊക്കെ? കുന്നോളം ഭാഗം. നിക്കാൻ പറ്റില്ല, കാല് പറിക്കാൻ. ശരിയാണ്, ബൈ ബൈ. വ്ളോഗിൽ വരും കേട്ടോ. ഓക്കെ. അമ്മയാണ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ. യൂട്യൂബർ നല്ല എല്ലാരും സംശയത്തോടെ നമ്മുടെ മൂത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഹായ്, നിങ്ങളും കാണാറുണ്ടോ? താങ്ക് യുടാ. പേരെന്താ? ആൽഫിൻ. സന്ദീപ്. കുന്നംകുളം ടീംസ്. കുന്നംകുളം ബോയ്സ്. കുന്നംകുളം ബോയ്സ് എവിടെ? കുന്നംകുളം ഗേൾസ്. റിവ്യൂ കണ്ടോ? അടിപൊളി. ആ റിവ്യൂ ഫോണിൽ തന്നെ എടുക്കണേ. ഇനിയുണ്ട് കുറച്ചധികം ഉണ്ട്. ദൈവേ, അനിയന്റെ കട്ട ഫാൻ. എടാ ഒരു താങ്ക്സ് ആയാലും പറയടാ. ഒരു വികാരിലാണ് നിക്കണേ. മമ്മിയുടെ പേരെന്താ? ശോഭി. ശോഭി. അപ്പൊ ആന്റിക്കും താങ്ക്സ്. ഏതാ വ്ളോഗ്? നാളെ വരും. ഏതാ? നാളെ വരും. എല്ലാരും ഇട്ടുണ്ട്. ബൈ ബൈ. നമ്മുടെ എത്രാമത്തെ സ്ഥലം ഇത്? ഡാഡി ഇവിടെയാണ് നിൽക്കണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ഓരോരുത്തരെ കണ്ട് സംസാരിച്ച് ഇങ്ങനെ വന്ന് ഡാഡി താഴെ നിൽക്കണ്ടാവും. നോക്കട്ടെ. ഡാഡിക്ക് എന്തായാലും മിസ്സായത് ഇല്ലേ? ഡാഡിക്ക് എന്തായാലും മിസ്സായിരുന്നു. എല്ലാം കഴിഞ്ഞ് നമ്മൾ ട്രക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മുട്ടക്കറി, ചപ്പാത്തി. അമ്മ എന്നിട്ട് നെയ് റോസ്റ്റ്. ഡാഡിയും ഞാനും ചപ്പാത്തിയും മുട്ടക്കറിയാണ്. ജോഹിൻ മസാല ദോശ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക. ഇന്ത്യൻ കോഫി ഹൗസ്. ഞങ്ങൾ ഈ ഭാഗത്ത് കൊടകര ഭാഗത്ത് ഫുള്ള് വരാണെങ്കിൽ ഇന്ത്യൻ കോഫി ഹൗസിലെ കയറട്ടെ. ഇവിടെ നല്ലത് വേറെ അറിയില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസാണ് മെയിനായിട്ട്. അപ്പോൾ ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ചിട്ട് നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. വേറെ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേറെ എന്നിട്ട് ജ്യൂസ്, ഫ്രഷ് ജ്യൂസ് എന്നിട്ട് പൈനാപ്പിൾ ജ്യൂസും ഉണ്ട്. പിന്നെ ഇവിടെ കോൾഡ് കോഫി, പിന്നെ കട്ട്ലേറ്റ് പറയാം. ഇവിടുത്തെ കട്ട്ലേറ്റ് അടിപൊളിയാണ്. നോയമ്പ് ഇപ്പോൾ എല്ലാവർക്കും നോയമ്പാണ്. ഞാൻ അവസാനത്തെ 15 ദിവസത്തെ നോയമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വേണ്ട, വെജ് കട്ട്ലേറ്റ് അടിപൊളിയാണ് ഇവിടുത്തെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ. അപ്പോൾ കഴിച്ച് കഴിയട്ടെ. ഫൈനലി നമ്മൾ വീട്ടിലെത്തി കഴിച്ച്. ഇന്നത്തെ യാത്രയും കാര്യങ്ങളൊക്കെ കഴിച്ചു. മീൻ കാലുമ കൊണ്ട് എന്തായിരുന്നു അമ്മ? മൊത്തത്തിൽ അടിപൊളിയായിരുന്നില്ലേ? ഇങ്ങോട്ട് നോക്കിയിട്ട് പറ, അടിപൊളിയായിരുന്നു ഒന്ന്. മീൻ നന്നാക്കണ പരിപാടികളുണ്ട. ഇന്ന് ഫുള്ള് ഒരു സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. ഇനി അനിയന് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. സപ്പോർട്ട് ചെയ്യുക. അത്യാവശ്യത്തിന് ക്ഷീണമായിട്ടാണ്. അശോകന് ക്ഷീണമാവാന്ന് പറഞ്ഞ പോലെ കുറച്ച് ക്ഷീണമായി. സോ സ്റ്റേ ട്യൂൺ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.